ലൈൻസ് എ ബി ആൻഡ് സി ഡി ഇന്റർസെക്ട് അറ്റ് ഒ. പിന്നെ അവർ നമുക്ക് തന്നിരിക്കുന്നത് ആംഗിൾ എ ഒ സി പ്ലസ് ആംഗിൾ ബി ഒ ഇ ഇസ് ഈക്വൽ ടു 70 ഡിഗ്രി. അതായത് ആംഗിൾ എ ഒ സി ഈ ഒരു ആംഗിളും പിന്നെ ബി ഒ ഇ ഈ ഒരു ആംഗിളും കൂടി കൂടിയാൽ 70 ഡിഗ്രി. പിന്നെ തന്നിരിക്കുന്നത് ആംഗിൾ ബി ഒ ഡി ഈക്വൽ ടു 40 ഡിഗ്രി. ഇതും തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കുന്നത് എന്തൊക്കെയാണ്? ആംഗിൾ ബി ഒ ഇ കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ റിഫ്ലെക്സ് ഓഫ് ആംഗിൾ സി ഒ ഇ ഇതും നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് തുടങ്ങാം. ഇത് നോക്കൂ, ബി ഒ ഡി 40 ഡിഗ്രി അല്ലേ? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് വെർട്ടിക്കലി ആംഗിൾ ആണ് ആര്? നമ്മുടെ എ ഒ സി. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റുന്ന ആംഗിൾ ബി ഒ ഡി ഇസ് ഈക്വൽ ടു ആംഗിൾ എ ഒ സി വിച്ച് ഇസ് ഈക്വൽ ടു 40 ഡിഗ്രി. എന്താ കാരണം? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. അപ്പൊ അത് കഴിഞ്ഞു. അപ്പൊ ഇത് നമുക്ക് 40 ഡിഗ്രി എന്ന് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എന്താ കണ്ടുപിടിക്കേണ്ടത്? ബി ഒ ഇ കണ്ടുപിടിക്കാം. അതിനെ ഈ ആംഗിളും കൂട്ടിയാൽ എത്ര ഡിഗ്രി എന്ന് പറയണേ? 70 ഡിഗ്രി എന്നാണ് പറഞ്ഞേക്കണേ. അപ്പൊ നമുക്ക് എടുത്ത് എഴുതാൻ പറ്റുന്ന ആംഗിൾ എ ഒ സി പ്ലസ് ആംഗിൾ ബി ഒ ഇ ഇസ് ഈക്വൽ ടു 70 ഡിഗ്രി. എ ഒ സിയുടെ വാല്യൂ 40 ഡിഗ്രി പ്ലസ് ആംഗിൾ ബി ഒ ഇ ഇസ് ഈക്വൽ ടു 70 ഡിഗ്രി. Therefore, angle BOE is equal to 70 degree minus 40 degree which is equal to 30 degree. അപ്പോൾ ഇയാളുടെ നമുക്ക് കിട്ടി കഴിഞ്ഞു. എത്രയാണ്? 30 ഡിഗ്രി എന്ന് കിട്ടി. അത് ഞാൻ ഇവിടെ എഴുതിട്ടോ. ഇനി ആരെ കണ്ടുപിടിക്കേണ്ടത്? റിഫ്ലെക്സ് ഓഫ് ആംഗിൾ സി ഒ ഇ. റിഫ്ലെക്സ് ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ ഏറ്റവും ആദ്യം നമുക്ക് സി ഒ ഇ ആംഗിൾ സി ഒ ഇയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഇദ്ദേഹത്തിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ആംഗിൾ സി ഒ ഇ എങ്ങനെ കണ്ടുപിടിക്കുക? നോക്കൂ, എ ഒ ബി ഇസ് എ സ്ട്രേറ്റ് ലൈൻ. അപ്പോൾ ഇത് മൂന്നും കൂടി ആഡ് ചെയ്ത ഒരു സ്ട്രേറ്റ് ആംഗിൾ ഫോം ചെയ്യും. അതായത് 180 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഏറ്റവും സി ഒ ഇ കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കും? ആംഗിൾ എ ഒ സി പ്ലസ് ആംഗിൾ ബി ഒ ഇ പ്ലസ് ആംഗിൾ സി ഒ ഇ ഈക്വൽ ടു 180 ഡിഗ്രി ആണ്. കാരണം സ്ട്രേറ്റ് ആംഗിൾ അല്ലെങ്കിൽ സ്ട്രേറ്റ് ലൈൻ, ആംഗിൾസ് ഓൺ എ സ്ട്രേറ്റ് ലൈൻ. അതിൽ എ ഒ സി പ്ലസ് ബി ഒ ഇ നമുക്ക് തന്നിട്ടുണ്ട്. ഉണ്ടോ? എത്രയാ? 70 ഡിഗ്രി പ്ലസ് ആംഗിൾ സി ഒ ഇ ഈക്വൽ ടു 180 ഡിഗ്രി. Therefore, angle COE equal to 180 degree minus 70 degree which is equal to 110 degree. അപ്പോൾ ആംഗിൾ COE നമുക്ക് കിട്ടി 110 ഡിഗ്രി എന്ന്. ഓക്കെ, അപ്പോൾ ആംഗിൾ COE 110 ഡിഗ്രി കിട്ടി. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? റിഫ്ലെക്സ് ആംഗിൾ COE അല്ലേ? അപ്പോൾ therefore റിഫ്ലെക്സ് ഓഫ് ആംഗിൾ COE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 360 ഡിഗ്രിയിൽ നിന്ന് നമ്മുടെ COEയുടെ മെഷർമെന്റ് കുറയ്ക്കുക, 110 ഡിഗ്രി കുറയ്ക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര കിട്ടും? 250 ഡിഗ്രി. അപ്പൊ ഇദ്ദേഹത്തിനെയും നമുക്ക് കിട്ടിയില്ലേ? എളുപ്പല്ലേ? ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ.